നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എന്തിനാണ് ജോസ് കെ മാണി പാലാ സീറ്റിൽ താൻ അടുത്ത തവണ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയും ഇടതുമുന്നണിയിൽ നിന്ന് ആ സീറ്റ് വാങ്ങിയെടുക്കുകയും ചെയ്യുന്നത്? കടത്തിരുത്തി പോലുള്ള സീറ്റുകളിൽ മത്സരിച്ചാൽ ജോസ് കെ മാണിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും. ഇനി കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചാലും ജോസ് കെ മാണിക്ക് ജയിക്കാൻ കഴിയും. ഏറ്റുമാനൂർ സീറ്റ് CPM നിന്ന് വാങ്ങിച്ചാൽ അവിടെയും ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് ജയിക്കാൻ കഴിയും. പിന്നെ എന്തിനാണ് അല്പം അപകടാവസ്ഥയുള്ള പാല തന്നെ ചോദിച്ച് അദ്ദേഹം വാങ്ങിക്കുന്നത്? തൻ്റെ പിതാവിനോടുള്ള ആരാധന കൊണ്ടാണോ, സ്നേഹം കൊണ്ടാണോ, അല്ലെങ്കിൽ പാലയെ കൈവിട്ടാൻ ഒരു മനസ്സില്ലാത്തത് കൊണ്ടാണോ, മാണി സി കാപ്പൻ്റെ ജനപിന്തുണ കുറഞ്ഞുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ടാണോ? ഇതുകൊണ്ട് മാത്രമല്ല എന്നാണ് കേരള കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. KM മാണിയുടെ ചെറുമകൻ KM മാണി ജൂനിയർ എന്ന് വെച്ചാൽ ജോസ് കെ മാണിയുടെ മകൻ KM മാണി ജൂനിയർ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പിച്ചവച്ചിറങ്ങിയിരിക്കുകയാണ്. പാലാ സീറ്റിൽ ജോസ് കെ മാണിക്ക് ശേഷം മത്സരിക്കേണ്ടത് KM മാണി ജൂനിയറാണ്. അപ്പോൾ പാലാ സീറ്റ് വേറെ ആർക്കെങ്കിലും കൊടുത്ത് വേറെ മണ്ഡലത്തിൽ ജോസ് കെ മാണി മത്സരിക്കാൻ പോയാൽ പിന്നീട് അയാൾ ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിലോ? പാർട്ടി കേരള കോൺഗ്രസ് ആണ്, ഇതിലപ്പുറവും സംഭവിക്കാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും പാലാ സീറ്റ് സുരക്ഷിതമായി തങ്ങളുടെ കുടുംബത്തിൻ്റെ കയ്യിൽ വെക്കണം. മറ്റേത് സീറ്റിൽ എന്ത് സംഭവിച്ചാലും മാണി കുടുംബത്തിന് യാതൊരു കുഴപ്പവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് പാലാ സീറ്റ് എപ്പോഴും തൻ്റെ കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമേ KM മാണി ജൂനിയർ എന്ന മാണി സാറിൻ്റെ കൊച്ചുമകന് അവിടെ കേരള കോൺഗ്രസ് മാണി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയും. 2026 തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റിൽ താൻ മത്സരിക്കുമെന്ന് ജോസ് കെ മാണി ഇടതു നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. മറ്റ് CPM നേതാക്കളെയും മറ്റുള്ള അദ്ദേഹത്തിന് അടുപ്പമുള്ളവരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു. അദ്ദേഹം അവിടെ മത്സരിച്ചാൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തർക്കമില്ല. കാരണം മാണി സി കാപ്പന് പഴയ ജനപിന്തുണയൊന്നും ഇപ്പോഴില്ല. എന്നാൽ കടത്തുരുത്തിയിലോ കാഞ്ഞിരപ്പള്ളിയിലോ ഒക്കെ മത്സരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭൂരിപക്ഷത്തിന് ജോസ് കെ മാണിക്ക് കയറി പോകാൻ കഴിയും. പക്ഷെ പാലയിൽ തന്നെ മത്സരിക്കണമെന്ന് അദ്ദേഹം പറയുന്നത് ഇതേ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. ഈ സീറ്റ് താൻ ഒഴിയുമ്പോൾ തൻ്റെ മകൻ KM മാണി ജൂനിയറിന് നൽകണം. അതിന് താൻ തന്നെ പാലയിൽ മത്സരിച്ചാലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തു വന്നാലും പാലയിൽ തന്നെ മത്സരിക്കും. ഇനി അല്പം ഭൂരിപക്ഷം കുറഞ്ഞാലും വേണ്ടില്ല, പാലയിൽ തന്നെ താൻ മത്സരിക്കുമെന്ന നിലപാടിൽ KM മാണിയുടെ മകൻ ജോസ് കെ മാണി ഉറച്ചു നിന്നത്, മാണി സാറിൻ്റെ പൊന്നുമോൻ ജോസ് മോൻ ഉറച്ചു നിന്നത് KM മാണി ജൂനിയറിന് വേണ്ടി തന്നെയാണ്. 2031 36 ഇനി ജോസ് കെ മാണി പാലാ സീറ്റ് ഒഴിയുമ്പോൾ അവിടെ KM മാണി ജൂനിയർ മത്സരിക്കണം. അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ നയിക്കാൻ ആരും ഉണ്ടാവില്ല. PJ ജോസഫിൻ്റെ മകൻ വന്ന് ജോസഫ് ഗ്രൂപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ബാലകൃഷ്ണപിള്ളയുടെ മകൻ നേരത്തെ തന്നെ രാഷ്ട്രീയത്തിലുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി കേരള കോൺഗ്രസ്സുകൾ മക്കളുടെ പാർട്ടിയായി കഴിയുമ്പോൾ ഷോൺ ജോർജ് ഇപ്പോൾ BJPയിലാണ്. അദ്ദേഹം നേരത്തെ PC ജോർജിൻ്റെ പാർട്ടിയുടെ കേരള കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അങ്ങനെ പാലയിൽ ഏതായാലും ഇനി മാണി കുടുംബമല്ലാതെ മറ്റാരും മത്സരിക്കില്ല എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. ഇനി UDFിലായാലും LDFിലായാലും മാണി കുടുംബം, KM മാണിയുടെ പാർട്ടി അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് മാണി രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ അവിടെ നിന്ന് ജയിക്കുക മാണിയുടെ കുടുംബത്തിൽപ്പെട്ട ആളായിരിക്കും. കുടുംബത്തിൽപ്പെട്ട ആളെന്ന് മറ്റാരുമല്ല, ജോസ് കെ മാണിയും ജോസ് കെ മാണിയുടെ മകനും. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു, ജോസ് കെ മാണിയുടെ മകൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് വെറുതെ അല്ല, പാലാ സീറ്റ് തങ്ങളുടെ കയ്യിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി തന്നെയാണ്. ജോസ് കെ മാണിക്ക് മാറുന്ന ഘട്ടമുണ്ടായാൽ KM മാണി ജൂനിയർ അവിടെ മത്സരിക്കും. ഇനി KM മാണി ജൂനിയർക്ക് മക്കളുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ലാത്തത് കൊണ്ട് അതിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ല. ഏതായാലും പാലാ സീറ്റ് മാണി കുടുംബം ഇനി കൈവിടുന്ന വിഷയമേ ഇല്ല. നേരത്തെ അതിനു മുമ്പ് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് അയാൾ പരാജയപ്പെട്ടിരുന്നു. അങ്ങനെയാണ് മാണി സി കാപ്പൻ ജയിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ അവിടെ ജയിച്ചു. ഇനി മാണി സി കാപ്പന് ജയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് ജനങ്ങൾ തന്നെ പറയുന്നു. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജോസ് കെ മാണി പാലാ സീറ്റ് ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, തനിക്ക് മത്സരിക്കണം, മന്ത്രിയാക്കണം, അതിനുശേഷം തൻ്റെ മകൻ KM മാണി ജൂനിയറിനും അവിടെ നിന്ന് മത്സരിക്കണം. അതിനുവേണ്ടി കൃത്യമായി തൻ്റെ ഫാമിലി കുടുംബപരമായൊരു മേൽക്കോയ്മയ്ക്ക് പാലായിൽ അടിത്തറയിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തവണ പാലാ സീറ്റ് ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുന്നത്. അതിന് പാലയേക്കാൾ വിജയിക്കാൻ കഴിയുന്ന മറ്റ് സീറ്റുകളുണ്ടായിട്ടുണ്ട്. തനിക്ക് പാല തന്നെ മതിയെന്ന് അദ്ദേഹം ചോദിച്ചു വാങ്ങിക്കുന്നത് മറ്റൊന്നിനുമല്ല, KM മാണി ജൂനിയർ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിനും ഇനി അവിടെ നിന്ന് മത്സരിക്കണം.